ഇന്ന് ചേട്ടൻ ഓഫായതുകൊണ്ട് തന്നെ ഞങ്ങൾ കറങ്ങാനൊക്കെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ രാവിലെ ഞാനും ചേട്ടനും കൂടി കറങ്ങാൻ വേണ്ടി പോയി. അതുകഴിഞ്ഞ് വൈകിട്ട് പിള്ളേരെ കൊണ്ട് ചെറായി ബീച്ചിൽ പോയിട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ ഞങ്ങളിവിടെ ആക്കി തിരിച്ച് പോയി, കൂട്ടുകാരുടെ അടുത്ത് പോയേക്കാണ്. ഇനി രാത്രി വരുള്ളൂ. അമ്മയും മണിക്ക് പോയേക്കോട്ടോ, രാത്രി വരുള്ളൂ. അപ്പോൾ ചേട്ടൻ കടയിൽ നിന്ന് ചെറായിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറുകുറെ മേടിച്ചു തന്നു, രണ്ട് ലേസ് മേടിച്ചു തന്നു. പിള്ളേർ അത് തിന്നണ്ട്, ഞാൻ കുറുകുറെ തിന്നാനാണ്. എത്രയൊക്കെ കെമിക്കലാണെന്ന് പറഞ്ഞാലും എനിക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാ പീരുമോൾക്കും കുഞ്ഞാറ്റക്കും കുറുക്കുറ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ നടക്കിടക്ക് മേടിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. അമ്മേ താമയെന്ന് പറഞ്ഞിട്ട്. ഇനി ഈ രണ്ടെണ്ണത്തിനകത്ത് കയറ്റണമെങ്കിൽ നല്ല പാടായിരിക്കും കേട്ടോ. പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. രണ്ടുപേരും ഇതാ ലേസ് തിന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചുറ്റും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറ്റാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ടൊരു നാഗക്കാവ് ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം, കാണുന്നില്ലേ? ഇതാണ്ടോ നാഗക്കാവ്. അവിടെ ഇപ്പം നട തുറന്നിട്ടുണ്ട്. ഞാൻ പോകാറില്ല കേട്ടോ. അമ്മ ഉള്ളപ്പോൾ അമ്മ പിള്ളേരെ കൊണ്ട് പോകും. ഞാൻ അത്ര ഭക്തിയുള്ള ആളൊന്നുമല്ല. അപ്പോൾ അമ്മ രാവിലെ വൈകിട്ടൊക്കെ കൊണ്ടുപോകും. അമ്മ ലീവുള്ള ദിവസം അമ്മ വൈകിട്ടും കൊണ്ടുപോകും, രാവിലെയും കൊണ്ടുപോകും. ഇതാട്ടോ നമ്മുടെ ഗേറ്റ് തുറന്ന് നിന്നാൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അമ്പലം. കാവാണെന്നാണ് എൻ്റെ പേര്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു പണി തീരാത്ത ഒരു അംഗനവാടി കേട്ടോ. അത് നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മേടിക്കുന്ന സാധനം ഒന്ന് കാറ്റാടി, ഒന്ന് ഈ ബബിൾസ് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. എപ്പോൾ പോയാലും പിള്ളേർക്ക് അത് വേണമെന്നൊരു വാശി പിടിച്ച് വാങ്ങിക്കും. ഇന്നത്തെ പതിവുള്ള പോലെ തന്നെ ഇന്നും ഈ സാധനം മേടിച്ച് അത് ഒടിഞ്ഞു പോയിട്ടോ, ഉള്ളിൽ ഒടിഞ്ഞു പോയി. എന്നാലും നമുക്ക് ബബിൾസൊക്കെ ഇതാക്കാൻ പറ്റൂട്ടോ. അതുകൊണ്ട് ഇത് മേടിച്ച് കഴിഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതൽ യൂസ് ചെയ്യണത് ഞാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബിൾസ് ഉണ്ടാക്കി കളിക്കാനായിട്ട്. എനിക്കിഷ്ടമുള്ളൊരു വിനോദമാട്ടോ ഇത്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നല്ലേ, അതുകൊണ്ട് അത്രയും തൊട്ടടുത്താട്ടോ നമ്മുടെ അമ്പലം. പക്ഷേ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ രണ്ടും കൂടി പുറകെ ഓടി വരും. രണ്ടെണ്ണത്തിനെ മേലെ എഴുപ്പിച്ചെടുത്ത് മുടി കെട്ടി ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇനി അവൾക്ക് ഉറങ്ങാമെന്നാണ് പറയണത്. ഞാൻ ആട്ടിക്കൊടുത്താൽ മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പോൾ ആട്ടിക്കൊടുക്കാൻ പറയുന്നുണ്ട്. പതിയെ ആളുടെ ശ്രദ്ധ മാറിയിട്ടോ, കളിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അവൾ ഈ പാത്രങ്ങളും അതൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. കളിക്കാൻ ഇഷ്ടമായ സാധനം ഉണ്ടെങ്കിലും അവൾക്ക് ഇതൊക്കെ മതി. ഗൈസ്, ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ദിവസത്തേക്ക് ഡയറ്റ് വേണ്ടാന്ന് വെച്ചു. നല്ല ഇഷ്ടപ്പെട്ട കറിയുള്ളപ്പോൾ ആരാണല്ലേ ഡയറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറ് എടുക്കുകയാണ്. ഇത്തിരി ചോറ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആർഭാടം കാണിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ള കറിയായതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഈ ചോറ് കഴിക്കുന്നത്. അല്ലാത്തപ്പോൾ ചപ്പാത്തി, പുട്ട്, ദോശ അതൊക്കെയാണ് കഴിക്കൽ. ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂർക്ക മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പമാണ് കഴിക്കാൻ വന്നത്.
ഞാൻ കഴിക്കണ ക്ലിപ്പ് മിസ്സായിപ്പോയി ഗൈസ്, അതുകൊണ്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. രണ്ടുപേരും പാല് വേണമെന്ന് പറഞ്ഞത് ആ പാല് കുപ്പിയിൽ കുടിക്കുന്നുണ്ട്. ഇവർ ഇങ്ങനെ ആട്ടോ കുപ്പിയിലാട്ടോ കുടിക്കുക. അമൃതം പൊടിയായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. ഇപ്പം അമൃതം പൊടി നിർത്തി, ഇപ്പം ഫുൾ പാലാണ്. അപ്പോൾ പാലിൽ ആവശ്യമുള്ള പ്രോട്ടീനോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേരാണെങ്കിൽ ചോറ് തിന്നാനൊക്കെ വളരെ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള പ്രോട്ടീനും മിനറൽസൊക്കെ കിട്ടുമല്ലോ. പിന്നെ മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. അതാ ഞാൻ നമ്മുടെ പതിവ് ഇത് തുടങ്ങാൻ പോവാണ്, എക്സസൈസ്. അത് കുറച്ച് നേരം ചെയ്യും. എക്സസൈസ് കഴിഞ്ഞു ഗൈസ്, ആകെ വിയർത്ത് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഉറങ്ങണതിന് മുമ്പായിട്ട് ഒന്ന് മെയിൽ കഴുകിയിട്ട് ഉറങ്ങുള്ളൂ. ഇവിടെ നമ്മുടെ പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പീലിമോൾ ഉറങ്ങിപ്പോയി, കുഞ്ഞാറ്റ ഉറങ്ങാനുള്ള ഇതിലാണ്ടോ. ഒന്നും തോന്നരുത് കേട്ടോ, കട്ടിലിൽ ഇങ്ങനെ വലിച്ചു വരിട്ടുണ്ട്. അത് പിള്ളേരുടെ പണിയാണ്, പിള്ളേരുടെ കളിക്കുന്ന സാധനങ്ങളാട്ടോ എല്ലാം. ഞാൻ എത്ര ഇടയ്ക്ക് പെറുക്കി വെച്ചാലും അവർ പിന്നെയും വാരിയിടും. അതാണ് ഇവിടെ അവിടുത്തെ അവസ്ഥ. നമ്മുടെ പീലിമോൾ ഉറങ്ങിപ്പോയി, പാല് കുടിച്ചങ്ങനെ ഉറങ്ങിപ്പോയതാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആട്ടിത്തന്നൊക്കെ പറയും കേട്ടോ. ഇന്ന് ആട്ടിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ വീഡിയോ എടുക്കാമല്ലേ, പിന്നെ ആട്ടിത്തരാമെന്ന് പറയാം. അങ്ങനെ പാവം ഉറങ്ങിപ്പോയി. കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. തുണി മടക്കി വെക്കാനുണ്ട്, അടിച്ചു വാരാനുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിള്ളേർ ഇതാ ഇവിടെ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇത്ര